കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ മാധ്യമശ്രദ്ധ നേടിയ ഒരു സംഭവമായിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിലെ ക്രിസ്തീയ നേതാക്കൾ BJPയോട് ഐക്യമില്ല എന്ന പൊതുപ്രസ്താവന നടത്തിയിരിക്കുകയായിരുന്നു പള്ളികൾ പൊളിക്കപ്പെട്ടത്. BJP ഗവൺമെൻറ് ഭരിക്കുന്ന മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയുള്ള ന്യൂ ചക്കോൺ എന്ന ഇംഫാൽ പ്രാന്തപ്രദേശത്തുള്ള ഗോത്രവർഗ കോളനിയിലെ ഹോളി സ്പിരിറ്റ് കാത്തലിക് ചർച്ച്, ഇവാഞ്ചലിക്കൽ ബാപ്റ്റിസ്റ്റ് ചർച്ച്, മണിപ്പൂർ ഇവാഞ്ചലിക്കൽ ലൂതറൻ ചർച്ച് എന്നിവ കഴിഞ്ഞ 11-ന് പുലർച്ചെ 3-ന് ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് ഒരു ദിവസത്തിന് ശേഷം മണിപ്പൂർ ഗവൺമെൻറ് അധികാരികൾ ഇടിച്ചുപൊളിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കത്തോലിക്ക പള്ളിയിലെ പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചുവെന്നും തിരുസ്വരൂപങ്ങൾ തകർത്തുവെന്നും പ്രചരിപ്പിക്കുന്നത് അസത്യമാണ്. വർഷങ്ങളായി ഞായറാഴ്ചകളിൽ മാത്രമാണ് ഈ കത്തോലിക്ക പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാറുള്ളൂ. മാത്രമല്ല, അത് അടുത്തുള്ള സെൻറ്റ് പോൾസ് ചർച്ചിൻ്റെ കീഴിലുള്ള ഒരു കുരിശുപള്ളി മാത്രമാണ്. അവിടെയാകട്ടെ വൈദികർ സ്ഥിരമായി താമസവുമില്ല. കുർബാന അൾത്താരി സൂക്ഷിച്ചിട്ടുമില്ല. ലൂതറൻ ദേവാലയത്തിലും ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലും പ്രധാനമായും ഞായറാഴ്ചകളിൽ മാത്രമാണ് കർമ്മങ്ങൾ നടത്താറുള്ളത്. 20 വർഷം മുമ്പായിരുന്നു മണിപ്പൂർ അതിരൂപത ഒരു സ്ഥലം വാങ്ങി ചെറിയൊരു ചാപ്പൽ അവിടെ പണി കഴിപ്പിച്ചത്. യഥാർത്ഥ പട്ടയമുണ്ടെന്ന് അവകാശപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നാണ് പട്ടയം പരിശോധിച്ചതിന് ശേഷം അതിരൂപത മേൽപ്പറഞ്ഞ സ്ഥലം കൈവശമാക്കിയത്. പക്ഷേ പിൽക്കാലത്ത് പട്ടയത്തിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് തർക്കമുണ്ടായി. സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് സ്ഥലം കയ്യേറി നിർമ്മിച്ച ആരാധനാലയങ്ങൾ റെഗുലറൈസ് ചെയ്യുന്നതിനുള്ള തീരുമാനമനുസരിച്ച് മണിപ്പൂർ ക്യാബിനറ്റ് 5 ജില്ലകളിലുള്ള 188 ആരാധനാലയങ്ങൾ 2011-ൽ നിയമാനുസൃതമാക്കുകയുണ്ടായി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കത്തോലിക്ക ദേവാലയവും മറ്റ് ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും റെഗുലറൈസ് ചെയ്യപ്പെടാതെ വന്നപ്പോൾ കത്തോലിക്ക ദേവാലയം അനധികൃതമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന ആരോപണം ഉയർന്നു വന്നു. അതേ തുടർന്ന് 2020-ൽ തങ്ങളുടെ സ്ഥലം പട്ടയമനുസരിച്ചുള്ളതാണെന്ന് കാട്ടി ഇടവകാംഗങ്ങൾ കോടതിയിൽ കേസ് കൊടുത്തു. തുടർന്ന് 2023 മാർച്ച് 4 വരെ തൽസ്ഥിതി തുടരാൻ കോടതി വിധിച്ചു. പിന്നീട് പള്ളിയുടെ ഉത്തരവാദിത്തമുള്ള ആളുകൾക്ക് മാറ്റം വന്നു. മാത്രമല്ല, തർക്കസ്ഥലത്തെ സംബന്ധിച്ച പ്രധാന രേഖകൾ കൈമാറാൻ ക്രൈസ്തവർ ഏൽപ്പിച്ച അഭിഭാഷകൻ വിട്ടുപോയി എന്നുള്ളതും ഒരു ഗുരുതര പിഴവ് തന്നെയാണ്. ഏപ്രിൽ 4-ന് ശേഷം ഗവൺമെൻറ് അധികാരികൾ ഉടനെ പള്ളി പൊളിക്കുമെന്ന നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും അഭിഭാഷകൻ്റെ ശക്തമായ അഭിപ്രായം ഒന്നും സംഭവിക്കില്ല എന്നായിരുന്നു. തന്മൂലം വേണ്ടത്ര ശ്രദ്ധയോടെ ഉടനടി വേണ്ട നടപടികൾ എടുക്കുവാൻ ആരും തന്നെ ഉത്സാഹിച്ചില്ല എന്നതാണ് സത്യം. മാത്രമല്ല, വിശുദ്ധ വാരമായിരുന്നതിനാൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വേണ്ടത്ര അളവിൽ ഇടപെടാൻ സമയവും ലഭിച്ചില്ല. എന്നാൽ പുലർച്ചെ 3-ന് സന്നാഹങ്ങളുമായി ഗവൺമെൻറ് അധികാരികളും പോലീസും വന്നപ്പോഴാണ് സംഭവം കൈവിട്ടുപോയി എന്ന് പള്ളി പരിസരത്തുള്ളവർ അറിയുന്നത്. ദേവാലയം സൂക്ഷിപ്പുകാരൻ തങ്ങൾക്ക് കുറച്ച് സമയം അനുവദിക്കണമെന്ന് സ്ഥലം SP-യോട് അഭ്യർത്ഥിക്കുകയും തിരുസ്വരൂപങ്ങളും അത്യാവശ്യ സാധനങ്ങളും എടുത്തു മാറ്റാൻ സമയം അനുവദിക്കുകയും ചെയ്തു. അതിനുശേഷം ദേവാലയം ബുൾഡോസർ ഉപയോഗിച്ച് നിലംപരിശാക്കി. കോടതിയുടെ വിലക്കുമാറ്റലും പൊളിക്കാനുള്ള തീരുമാനം തിടുക്കത്തിലെടുത്തതും അതിരാവിലെ ആരും അറിയാതെ പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ദുരൂഹമാണെന്ന് പറയാതെ വയ്യ. ധൃതിയിലുള്ള നീക്കങ്ങളും ഇരുളിലുള്ള പൊളിക്കലുകളും ആരുടെയൊക്കെയോ കുത്സിതമായ ഇടപെടലുകളുണ്ടെന്ന് സന്ദേഹിക്കുവാൻ അവസരമൊരുക്കുന്നു. നിയമാനുസൃതമാക്കപ്പെട്ട ആരാധനാലയങ്ങൾക്കൊപ്പം ഒരൊറ്റ ക്രൈസ്തവ ദേവാലയങ്ങൾ പോലും ഉൾപ്പെട്ടിട്ടില്ല എന്നത് ഗവൺമെൻറ്റിൻ്റെ സമഭാവനയ്ക്ക് നേരെ കൊഞ്ഞനും കുത്തുന്നു എന്നതും യാഥാർത്ഥ്യം തന്നെ.